ഇങ്ങനെ 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 നീ ഇങ്ങനെ കൊണ്ടുവന്ന കൈ കൊണ്ട് ഞാൻ വരുന്നുണ്ട്. കൈ കൊണ്ട് വാ. ഹലോ ഗായ്സ്, ഇന്ന് ഞാനും അതിനെയും കൂടെ പൊന്നേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബ്രൈറ്റ് ബി സർപ്രൈസ് സെറ്റാക്കാൻ പോവാണ് ഗായ്സ്. ഭയങ്കര പ്ലാനിങ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് വർക്കാവുമെന്നൊന്നും അറിയില്ല. സപ്പോർട്ട് ഞങ്ങളുടെ അമ്മമാരും കൂടെ ഉണ്ട്. പൊന്നേച്ചിനോടാണെങ്കിൽ വൈകുന്നേരം പാർക്ക് പോവാ പറഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പൊന്നേച്ചി അതും വിശ്വസിച്ചിരിക്കുകയാണ്. പാവം. പൊന്നേച്ചി വരുമ്പോഴത്തേക്ക് കേക്കും ഡെക്കറേഷൻസൊക്കെ സെറ്റാക്കി വെക്കണം. പൊന്നേച്ചി സർപ്രൈസ്ഡ് ആവുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തകർത്ത് പൊന്നേച്ചി സർപ്രൈസ്ഡ് ആവണം നിൽക്കുവാണെങ്കിൽ ഈ വ്ളോഗ് ചീറ്റിപ്പോവും ഗൈസ്. ഡെക്കറേഷൻ ഐറ്റംസ് കുറേ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇതെന്താ ഇങ്ങനെയുള്ളതിനെ പറ്റി വലിയ ഐഡിയാസൊന്നും ഞങ്ങൾക്കില്ല. ഒരു ബ്രൈറ്റ് ബി ഫിക്സ് ചെയ്യുന്ന കഷ്ടപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ബ്രൈറ്റ് ബി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബലൂൺസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. പക്ഷേ ബലൂൺസ് ഞങ്ങളോട് സഹകരിക്കുന്നില്ല ഗായ്സ്. ഒന്ന് ഫിക്സ് ചെയ്യുമ്പോൾ അടുത്തത് വീഴുക. Oh my god. ഡെക്കറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായപ്പോൾ അത് അടുത്ത പണി വരുന്നത്. അറേഞ്ച് ചെയ്ത് വെച്ച ബലൂൺസൊക്കെ ഓരോന്ന് വീതം താഴോട്ട് വീഴാണ് ഗായ്സ്. അങ്ങനെ പിന്നെയും പണി കിട്ടി. അറ്റ് ലാസ്റ്റ് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. കേക്ക് കിട്ടിയപ്പോൾ കേക്ക് കാണാൻ ഞാനും അതിനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ കേക്കിന് ഓർഡർ കൊടുത്തപ്പോൾ റെഫറൻസ് പിക്ക് ചോദിച്ചപ്പോൾ ചേച്ചീൻ്റെ ഇഷ്ടത്തിന് ചെയ്തോന്ന് പറഞ്ഞ ഒരു കേക്കായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ടെൻഷനും കുറച്ചധികമായിരുന്നു. പക്ഷേ കേക്ക് കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഗൈസ്. കാരണം ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കേക്കായിരുന്നു. പൊന്നേച്ചിൻ്റെ ഔട്ട്ഫിറ്റായിട്ട് ഭയങ്കര മാച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. കേക്കും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊന്നേച്ചിനെ വിളിച്ചിട്ടുണ്ട്. പൊന്നേച്ചി ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ഷെയ്ഡൊന്നും നോക്കുമെന്ന് വെച്ചിട്ട് 5 മണിക്ക് പോകാൻ പറഞ്ഞിട്ട് 5:30 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡെക്കറേഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് പൊന്നേച്ചി കലിപ്പിലാണോ എന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ പൊന്നേച്ചിൻ്റെ എൻട്രി നമുക്ക് നോക്കാം. പൊന്നേച്ചി സർപ്രൈസ്ഡ് ആവോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പൊന്നേച്ചിൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് വരാം ഗൈസ്. എവിടെ പോകുന്നില്ല. അത് ആണെന്ന് കഴിക്കില്ലേ മുറിച്ചോ